മസ്കിന്റെ പ്രേതം ഇപ്പോഴും വൈറ്റ് ഹൗസിലുണ്ട്. ട്രംപും ഇലോൺ മസ്കും തമ്മിൽ പിണങ്ങിയെങ്കിലും മസ്ക് അങ്ങനെ പോയിട്ടില്ല എന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. മസ്ക് മരിച്ചിട്ടുമില്ല, എങ്ങനെ പ്രേതമായി വരും? അതായത് എലോൺ മസ്ക് ട്രംപുമായിട്ടുള്ള ബന്ധം നമുക്കറിയാമല്ലോ. അതായത് രണ്ടുപേരും വലിയ ബിസിനസ്സുകാരാണ് അമേരിക്കയിലെ. അത് മാത്രമല്ല ഈ സമ്പന്നരുടെ പട്ടികയിൽ പരസ്പരം മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുമാണ്. അത് ഈ ട്രംപ് പ്രസിഡൻ്റ് ആകുക എന്നുള്ളത്, വീണ്ടും പ്രസിഡൻ്റ് ആകുക എന്നുള്ളത് എലോൺ മസ്കിൻ്റെ ഒരു ആവശ്യമായിരുന്നു. അതിന് അദ്ദേഹത്തിൻ്റെതായ ചില ബിസിനസ് താല്പര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാം ട്രംപിൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് വലിയ രീതിയിൽ കാശിറക്കി കളിച്ച ആളാണ് എലോൺ മസ്ക്. പ്രഖ്യാപിതമായി പുറത്തുവിട്ട കണക്ക് പ്രകാരം ഏതാണ്ട് $250 മില്യൺ എലോൺ മസ്ക് ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. വലിയ രീതിയിൽ പ്രഭാഷണ പരിപാടികളിലെല്ലാം എലോൺ മസ്ക് ട്രംപ് വന്നാലേ അമേരിക്ക രക്ഷപ്പെടുകയുള്ളൂ എന്ന രീതിയിൽ പ്രസംഗിക്കാനൊക്കെ മുൻപന്തിയിലുണ്ടായിരുന്നു. അപ്പോൾ അതിന് പ്രതിഫലമായിട്ട് ഈ ട്രംപ് അധികാരത്തിലെത്തിയതിന് ശേഷം ആദ്യം നന്ദി പറഞ്ഞവരുടെ കൂട്ടത്തിൽ ഉള്ള ആളാണ് എലോൺ മസ്ക്. എലോൺ മസ്ക് ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരനല്ല, ഒരു ബിസിനസ്സുകാരനാണ്. ഒരു പ്രസിഡന്റ് ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോൾ ഇന്ത്യയിലാണെന്ന് കരുതുക, ഉദാഹരണം പറയണം, അങ്ങനെ മാത്രം കരുതിയാൽ മതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരമേറ്റിട്ട് ആദ്യം തന്നെ അംബാനിക്ക് നന്ദി പറഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി, ഏത് രീതിയിൽ അത് ചിത്രീകരിക്കപ്പെടും? എന്നാൽ അമേരിക്കയിൽ ട്രംപ് അധികാരത്തിലെത്തിയതിന് ശേഷം ആദ്യം നന്ദി പറഞ്ഞത് എലോൺ മസ്കിനോടാണ്. അപ്പോൾ പിന്നീട് എലോൺ മസ്ക് ട്രംപിന് കൊടുത്ത സേവനങ്ങൾക്ക്, അല്ലെങ്കിൽ അത്രയും പൈസയൊക്കെ ചിലവാക്കിയതല്ലേ, അതിന് മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി. ഈ എലോൺ മസ്ക് എന്ന് പറയുന്നയാൾ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ആളല്ല, പക്ഷേ മന്ത്രിസഭ എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രിസ്ഥാനം എന്ന് പറഞ്ഞാൽ സൂപ്പർ മന്ത്രിയാണ്. കാര്യം അയാൾ മന്ത്രിസഭയിലില്ല, പക്ഷേ ഈ നമ്മൾ ചില ജോലികൾക്ക് ഔട്ട്സോഴ്സ് ചെയ്യുക എന്ന് പറയത്തില്ല, പുറം കരാർ കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ ഒരു പുറം കരാറുള്ള ഒരു മന്ത്രിയായിരുന്നു നമ്മുടെ എലോൺ മസ്ക്. അതിന് അദ്ദേഹത്തിന് ഒരു ഓഫീസും കൊടുത്തു. അതിൻ്റെ പേരാണ് ഡോഗ്. DOG ആണ് ഡോഗ്, പട്ടി. ഇത് DOGE കൂടിയുണ്ട്. ഡോഗ് എന്നേ അതിനെ, അല്ലെങ്കിൽ ഡോജ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അപ്പം അതിൻ്റെ ഫുൾ ഫോം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസി എന്നുള്ളതാണ്. മലയാളത്തിൽ കാര്യക്ഷമതാ വകുപ്പ്. അതായത് മസ്കിൻ്റെ കണ്ടെത്തൽ, ഈ സർക്കാർ സംവിധാനങ്ങൾ വളരെ ഉത്തരവാദരഹിതമായിട്ടാണ് പ്രവർത്തിക്കുന്നത്, കാര്യക്ഷമത കുറവാണ്, അല്ലെങ്കിൽ അമിതമായി പണച്ചെലവുണ്ടാക്കുന്ന സംവിധാനമാണ് സർക്കാർ ഏജൻസികൾ. അപ്പോൾ അവിടെ കാര്യക്ഷമത ഉറപ്പുവരുത്താനായിട്ടാണ് എലോൺ മസ്കിനെ ചുമതലപ്പെടുത്തുന്നത്. എലോൺ മസ്കിന് കൃത്യമായി അതിന് പറ്റിയ ആൾ തന്നെയാണ്. കാരണം ഈ ലോകത്ത് ആരും ചിന്തിക്കാത്ത തരത്തിൽ ചിന്തിച്ച് പുതിയ പുതിയ ബിസിനസ് സംരംഭങ്ങൾ ഉണ്ടാക്കുകയും ഇപ്പോൾ ചൊവ്വയിലടക്കം മനുഷ്യ കോളനി സ്ഥാപിക്കണം എന്നതടക്കമുള്ള വലിയ വിശാലമായ കാഴ്ചപ്പാടുള്ള ഒരു മനുഷ്യനാണ് എലോൺ മസ്ക്. തീർച്ചയായിട്ടും ഇത്തരം ഒരു പദവി വഹിക്കാൻ അദ്ദേഹം അർഹനാണ്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ആന കരിമ്പും കാട്ടി കയറിയ പോലെയായി പിന്നീടുള്ള കാര്യങ്ങൾ. ഇയാൾ കണ്ടെത്തിയത് ഈ അമേരിക്കൻ ഭരണ സംവിധാനം, അല്ലെങ്കിൽ സർക്കാർ സർവീസ്, സിവിൽ സർവീസ് എന്ന് വേണമെങ്കിൽ പറയാമല്ലോ, അത് ഒരു കുത്തഴിഞ്ഞ പുസ്തകമാണ് എന്നാണ് ഈ ഡോജിൻ്റെ ചുമതലക്കാരനായ എലോൺ മസ്കിൻ്റെ കണ്ടെത്തൽ. അപ്പോൾ അദ്ദേഹം വലിയ രീതിയിൽ ഇടപെടൽ നടത്തി, വലിയ രീതിയിലുള്ള ചെലവ് ചുരുക്കൽ നടപടികളുമായിട്ടൊക്കെ മുന്നോട്ട് പോയി. പക്ഷേ ഇത് ഈ എന്താ പറയുക, ആർക്കോ നമ്മുടെ പരമശിവൻ മറ്റേ വരം കൊടുത്ത പോലുള്ള അനുഭവം ഉണ്ടല്ലോ, അതേ അനുഭവമായി ഭസ്മാസുരന് വരം കൊടുത്ത പോലുള്ള അവസ്ഥയായിപ്പോയി ട്രംപിന്. അങ്ങനെ ട്രംപും ഇലോൺ മസ്കുമായിട്ട് തെറ്റി. ഒരു സുപ്രഭാതത്തിൽ എലോൺ മസ്ക് തന്നെയാണ് അദ്ദേഹം താൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടപ്പാകുന്നില്ല, തൻ്റെ ഡോജ് എന്ന് പറയുന്ന ഈ സംവിധാനം അപ്രസക്തമായി, അതിനുപരിയായിട്ടുള്ള തീരുമാനങ്ങൾ ട്രംപ് എടുക്കുന്നു, അതുകൊണ്ട് ഇനി തുടരുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞ് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകുന്നു. അങ്ങനെ പോയിട്ട് ഏതാണ്ട് 100 ദിവസമായി. ഇതിനിടയിൽ മസ്ക് ട്രംപിനെതിരെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ പ്രചരണം നടത്തുന്നു. ട്രംപിനെ താഴെ ഇറക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടി സ്വന്തം നിലയിൽ രൂപീകരിക്കുമെന്ന് പറയുന്നു. അങ്ങനെ വലിയ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയി. ഇപ്പോൾ മസ്ക് രാജിവെച്ചൊഴിഞ്ഞിട്ട് 100-ാം ദിവസം ഇപ്പോഴും ഈ പറയുന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥ സംവിധാനം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഭരണ സംവിധാനം, ഈ മസ്കിൻ്റെ പ്രേതബാധയാൽ നിൽക്കുകയാണ്. കാര്യം മസ്ക് ചെയ്തു വെച്ച കുഴപ്പങ്ങൾ കാരണം ഇപ്പോഴും കാര്യങ്ങളൊന്നും നേരാമണ്ണം നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതിന് കാരണമുണ്ട്. ഈ മസ്ക് ഒരു IT വിദഗ്ധനാണല്ലോ, ഒരു വലിയ തലയുള്ള, അതായത് കമ്പ്യൂട്ടർ രംഗത്തൊക്കെ വലിയ സാധ്യതയുള്ളൊരു മനുഷ്യനാണ്. ഈ ചങ്ങാതി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഇരുന്നുകൊണ്ട് തന്നെ വൈറ്റ് ഹൗസിനെ നിയന്ത്രിക്കുന്ന പരിപാടിയാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അയാൾ കുറേ ചെറിയ ചെറിയ സംഘങ്ങൾ, അതായത് ഈ IT വിദഗ്ധരായ ചെറിയ സംഘങ്ങളെ
പല സർക്കാർ വകുപ്പുകളുടെ ഇടയിലും തിരികെ കയറ്റി. അപ്പോൾ ഇതോടുകൂടി ഈ ഭരണ സംവിധാനം അല്ലെങ്കിൽ നടത്തിപ്പ് അതിൻ്റെ കാര്യക്ഷമത വാസ്തവത്തിൽ കൂട്ടാൻ വേണ്ടിയാണ് ചെയ്തതെങ്കിൽ അതിൽ കുറയുകയാണ് ചെയ്തത്. കാര്യം പലയിടങ്ങളിൽ ഇയാളുടെ കൈകടത്തൽ, ഇടപെടൽ അത് മറ്റുള്ളവർക്ക് ഒരു അസൗകര്യമായി, അല്ലെങ്കിൽ സാങ്കേതികപരമായിട്ട് തന്നെ പല വിവരങ്ങളും പല രേഖകളും പല ഫയലുകളും മസ്കിൻ്റെ നിയന്ത്രണത്തിലായി പോയി എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ വലിയ രീതിയിൽ, അതായത് മസ്കിൻ്റെ ഒരു പ്രഖ്യാപിത നിലപാടെന്ന് പറഞ്ഞാൽ ഒരാഴ്ച ഏതാണ്ട് 1600 മണിക്കൂറെങ്കിലും ജോലി ചെയ്യാൻ പറ്റാത്ത ആളുകളെ ജോലിക്ക് വെക്കേണ്ട എന്നുള്ളതാണ് ഇയാളുടെ ഒരു പ്രഖ്യാപിത നിലപാട്. ഒരാഴ്ചയല്ല, ഒരു മാസം, ക്ഷമിക്കണം, ഒരു മാസം 1600 മണിക്കൂറെങ്കിലും ജോലി ചെയ്യാൻ പറ്റാത്തവരെയൊക്കെ കാര്യശേഷി ഇല്ലാത്തവർ എന്നാണ് മസ്കിൻ്റെ ഒരു നിലപാട്. അപ്പോൾ അത് വലിയ രീതിയിൽ പ്രശ്നമുണ്ടായി. ഈ കരാർ നിയമനമൊക്കെ കിട്ടിയ കുറേ പേരെയൊക്കെ ഇയാൾ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ട് ഈ മസ്കിൻ്റെ ഇടപെടൽ മൂലം ഏതാണ്ട് 2 ലക്ഷത്തോളം പേർ, മൊത്തം 20 ലക്ഷം അടങ്ങുന്നതാണ് അമേരിക്കയിലെ ഈ പൊതുഭരണ സംവിധാനം ജോലിക്കാർ. അതിലേതാണ്ട് 2 ലക്ഷത്തോളം പേർ സർക്കാർ സർവീസ് വിട്ട്, അതായത് ഈ മാനസിക സമ്മർദ്ദം താങ്ങാൻ പറ്റാതെ ജോലിയും കളഞ്ഞിട്ട് പോയി എന്നുള്ളതാണ് അമേരിക്കയിലെ ഒരു NGO പാർട്ട്ണർഷിപ്പ് ഫോർ പബ്ലിക് സർവീസ് അവർ വെളിപ്പെടുത്തുന്നത്. പിന്നെ ഈ സൈനിക സേവനം കഴിഞ്ഞ് വിരമിച്ച സൈനികർക്ക് ഈ പുനർനിയമനം കൊടുക്കുമല്ലോ. അപ്പോൾ പലരും ഇത്തരത്തിൽ അമേരിക്കൻ ഭരണ സർവീസിൽ അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവരിൽ പലരെയും, കാര്യം ഇവരൊക്കെ കുറച്ച് എങ്ങനെയൊക്കെ പോയാലും ഒരു 40-45 വയസ്സ് കഴിഞ്ഞവരൊക്കെയാണ്. അവർക്ക് സ്വാഭാവികമായിട്ടും ചെറുപ്പക്കാരെ പോലെ ചുറിയുറുക്കോ ചിലപ്പോൾ അവർ ചെയ്യാതിരുന്ന, കാരണം പട്ടാളത്തിൽ ചെയ്യാതിരുന്നൊരു ജോലിയായിരിക്കും അവർ സർക്കാർ സർവീസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ കാര്യശേഷി, കാര്യക്ഷമത ഒരു പക്ഷേ അത് ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. അങ്ങനെ വന്ന പലരെയും ഈ മസ്കിൻ്റെ കീഴിലുള്ള ഈ ഡോജ് പറഞ്ഞു വിട്ടു, ഫയർ ചെയ്തു. അപ്പോൾ അവരുടെയൊക്കെ ജീവിതം തന്നെ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിൽ, അവരൊക്കെ വലിയ ട്രോമ അനുഭവിക്കുന്നു. കാര്യം തൊഴിൽ രഹിതരായിപ്പോയി. മുൻ സൈനികരാണെങ്കിൽ ശരിയാണ്, എങ്കിലും അവരുടെ ഇപ്പോഴും നല്ല പ്രായം കഴിഞ്ഞിട്ടില്ല. അവർ പലരും ഇപ്പോൾ തൊഴിൽ രഹിതരായി വീട്ടിൽ നിൽക്കുന്ന ഒരവസ്ഥയുണ്ടായി. അപ്പോൾ ഈ പറയുന്ന പാർട്ട്ണർഷിപ്പ് ഫോർ പബ്ലിക് സർവീസിൻ്റെ CEO, അദ്ദേഹത്തിൻ്റെ പേര് മാർക്ക് സ്റ്റീർ എന്നാണ്. അദ്ദേഹം ഈ മസ്കിൻ്റെ ഇടപെടലിനെ ഗോഡ്സില്ല സിനിമയോടാണ് താരതമ്യപ്പെടുത്തുന്നത്. ഗോഡ്സില്ല സിനിമ കണ്ടവർക്കൊരു മനസ്സിലാകും. ഈ അമേരിക്കൻ നഗരത്തിൽ ഗോഡ്സില്ല എന്ന് പറയുന്ന ഒരു ഭീകര സത്വം, അതായത് നമ്മുടെ ജുറാസിക് പാർക്കിലൊക്കെ കണ്ടതുപോലെ ഒരു ദിനോസറിന് സമാനമായ തീ തുപ്പുന്നൊരു സംഗതി വന്നിട്ട് ആ നഗരം മുഴുവൻ അടിച്ച് നിരപ്പാക്കി നാശനോടാലിയാക്കിയിട്ട് പോകുന്നതാണ് ആ സിനിമയുടെ ഉള്ളടക്കം. എന്ന് പറയുന്നത് പോലെ ഈ മസ്ക് ഇവിടെ വന്നതിന് ശേഷം മൊത്തം തരിപ്പണമാക്കിയിട്ട് മസ്ക് എന്ന് പറയുന്ന ഗോഡ്സില്ല ആ നഗരം വിട്ടുപോയി. പക്ഷേ ഉണ്ടാക്കിയ പരിക്കുകൾ അല്ലെങ്കിൽ ഉണ്ടാക്കിയ നാശനഷ്ടം ഇപ്പോഴും പരിഹരിക്കപ്പെടാത്ത രീതിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ മസ്ക് അവകാശപ്പെടുന്നത് ഈ അമേരിക്കൻ ഭരണ സർവീസ് അല്ലെങ്കിൽ അമേരിക്കൻ ഉദ്യോഗസ്ഥ സംവിധാനം അത് പരിഹരിക്കാനാകാത്ത വിധം കുഴപ്പം പിടിച്ചതാണ് എന്നുള്ളതാണ് മസ്കിൻ്റെ ഇപ്പോഴത്തെ നിലപാട്. അതിൻ്റെ കാരണം ഈ പറയുന്ന ജനപ്രതിനിധികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഉദ്യോഗസ്ഥർക്കൊന്നും ചെലവ് ചുരുക്കൽ എന്ന് പറയുന്ന പരിപാടിയോട് വലിയ താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ താല്പര്യമില്ലാത്തത് കൊണ്ട് വാസ്തവത്തിൽ വഞ്ചിതരാകുന്നത് വോട്ട് ചെയ്തവരും ടാക്സ് കൊടുക്കുന്നവരുമാണ് എന്നുള്ളതാണ് മസ്ക് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മസ്ക് ഇത്തരത്തിൽ, അതായത് ചെലവ് ചുരുക്കലിൻ്റെ പേരിൽ പലരെയും പറഞ്ഞു വിട്ട് അത്തരം പരിപാടികൾ ചെയ്തതിൻ്റെയൊക്കെ പേരിലാണ് രണ്ടുപേരും തമ്മിൽ തെറ്റിയതെന്നൊക്കെയുള്ള കാര്യം നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോഴും മസ്ക് ഇപ്പോഴും താൻ ചെയ്തതൊക്കെ ശരിയാണ്, ഇപ്പോഴും തൻ്റെ രീതിയിൽ തൻ്റെ വിശ്വാസങ്ങൾ ഉറച്ചു നിൽക്കുന്നു. പിന്നെ ഈ മസ്ക് രാജിവെച്ച് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായിട്ട് പലരും ഈ സർക്കാർ സർവീസിലുള്ളവർ അവരും കൂട്ടത്തോടെ രാജിവെച്ചിരുന്നു. അതിൽ പ്രധാനിയാണ് സ്റ്റീവ് ഡേവിസ് എന്ന് പറയുന്നയാൾ. അയാളാണ് ഈ പല വകുപ്പുകളുടെ ഇടയിലും നുഴഞ്ഞു കയറിയത്. അയാളും രാജിവെച്ചു. പക്ഷേ എല്ലാവരും രാജിവെച്ച് പോയിട്ടുമില്ല. ഇപ്പോഴും മസ്കിൻ്റെ ടീമിലുള്ള ചിലർ ഇപ്പോഴും ഈ അമേരിക്കൻ ഭരണ സർവീസിൻ്റെ ഇടയിൽ ഇപ്പോഴും കടിച്ചു തൂങ്ങി കിടപ്പുണ്ട്. അപ്പോൾ അവരും ഈ നേരത്തെ ഉള്ളവരും തമ്മിലുള്ള ഈഗോ ക്ലാഷും അമേരിക്ക വല്ലാണ്ടിപ്പോൾ അലോസരപ്പെടുത്തുന്നുണ്ട്.